ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് അതിരപ്പള്ളിക്ക് ഒരു ട്രിപ്പ് പോവാട്ടോ. ഫാമിലി ട്രിപ്പാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലിയും അമ്മേരെ രണ്ട് കൂട്ടുകാരികളുടെ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ട്രിപ്പിന്ന് പോണേ. അപ്പോൾ ട്രിപ്പിൻ്റെ ഇടയിലുണ്ടാവുന്ന തമാശ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇത്. നമ്മൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴാട്ടോ നമ്മൾ തുമ്പൂർമണി ഡാമിൻ്റെ അവിടെ എത്തണം. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തുമ്പൂർമണി ഡാം കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചാലും വീഡിയോ കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, തീരെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവുന്നില്ല. ഞാൻ തുമ്പൂർമണിക്കുള്ള ബോർഡ്. അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരണേ. ഒരാൾക്ക് 20 രൂപയായിട്ടാണ് ചാർജായിട്ട് വരണേ. കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡാം ലക്ഷ്യമാക്കി നടന്നു. ഐസ്ക്രീം കഴിക്കാം, കുലുക്കി കുടിക്കാം. ഇന്ന് കഴിച്ചാൽ നാളെ ഫ്രീ ആണ്. ഓഫർ ഇരിക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിക്കട്ടെ, കുലുക്കി സർബത്ത് ഇന്ന് കഴിച്ചാൽ നാളെ ഫ്രീ ആണ്. ഓഫർ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കച്ചവടക്കാർ നമ്മളെ കുറേ വട്ടം വിളിച്ചിട്ടോ. പക്ഷെ നമ്മുടെ ഇടയിൽ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്തല്ല ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതിനെ നൂൽപ്പാലം എന്നാണ് വിളിക്കുന്നത്. കാരണം നൂല് പോലെയുള്ള കമ്പികളും എല്ലാം അതുകൊണ്ടാവും അങ്ങനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. മഴക്കാലം അല്ലാത്താലും വെള്ളം കുറവായിരുന്നു. എങ്കിലും ആ പാറയുടെ ഇടയിലേക്കുള്ള ഒഴുകണ വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അത് നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാം. ചെറുതായിട്ട് വളരെ നേരിയ അളവിലായിട്ട് വരണുള്ള വെള്ളമൊക്കെ. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഡോക്ടർ ഫിഷിനെ കണ്ടു. നമ്മുടെ കാലുമൊക്കെ ഒട്ടിപ്പിടിച്ച് മസാജൊക്കെ തരുന്ന മീനില്ലേ, ഇത് നമ്മുടെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ നമ്മൾ പൊതുവേ കാണുന്ന മീനാട്ടാ. നമുക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് സ്പാ ചെയ്യാം. ഇവിടെ പൈസ കൊടുത്ത് ചെയ്യണമെന്നില്ല. തൊട്ടപ്പുറത്തായി തുമ്പൂർമണി ഗാർഡനിലേക്കുള്ള ടിക്കറ്റൊക്കെ കൊടുക്കണ കണ്ടു. പക്ഷേ ഞങ്ങൾക്കാണെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ തിരക്ക് കൂടും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറാൻ നിന്നില്ല. ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. അവിടെ ഫിഷ് സ്പാ ചെയ്യാൻ വേണ്ടി അഡൾട്ടിന് 80 രൂപയും ചിൽഡ്രൻസിന് 60 രൂപയായിട്ട് റേറ്റ് അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ ഫോട്ടോ എടുക്കലിന് ശേഷം ഞങ്ങൾ വീണ്ടും നൂൽപ്പാലത്തുമ്മ കൂടെ തന്നെ. ഇപ്പോൾ ഏകദേശം ചെറുതായി തിരക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചിട്ടാട്ടോ നടക്കണേ. കാരണം ഈ നടക്കണ സമയത്ത് പാലം ചെറുതായി ഇങ്ങനെ ഇളകുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊക്കെ ഒരു രസമായിരുന്നു. എനിക്ക് പേടിയില്ലാത്ത വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് 2 വട്ടം സൈക്കിളുമ്പോൾ വന്നിട്ടുണ്ട്. സൈക്കിളുമ്പോൾ ഫ്രണ്ട്സിൻ്റെ പോണ വന്നേ. അതുമാത്രമല്ല സ്കൂൾ ട്രിപ്പും മറ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമായി പിന്നെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്ഥിരം കാഴ്ച പോലെയായിരുന്നു. നമ്മൾ പാലം കയറി ഇറങ്ങിയപ്പോൾ സൈഡിലായി ഒരു കുരങ്ങൻകുട്ടനെ കണ്ടു കേട്ടോ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനെ കൊടുക്കാൻ. കാരണം നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അത് തന്നെ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ ആ കുരങ്ങൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൊരു പാവാണ്. അത് കഴിഞ്ഞ് ഇറങ്ങണ വഴിക്ക് ഒരു ചെറിയ ചെക്കൻ ടൈപ്പ് ചെയ്യുന്ന ബലൂൺസ് പൊട്ടിക്കുന്നത് കണ്ടു. അവനതിൽ സമ്മാനമായി എന്തോ ഐസ്ക്രീമും മറ്റു സാധനങ്ങളായിട്ടാണ് കിട്ടിയേ. ഇത് നമ്മൾ പാലത്തിൻ്റെ ഫുൾ വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പാലത്തിൻ്റെ സൈഡിൽ ഇത്തിരി ഇറങ്ങിയിട്ട് ഒരു പാർക്കിൻ്റെ സൈഡിൽ വന്ന് നിന്നതാട്ടാ. അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ആമ്പൽപ്പൂ, ഒരു വെള്ള താമര, അതിനെ ഒച്ചുകളെല്ലാം കൂടി തിന്ന് അതിനെ ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഗപ്പികളും അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലിക്ക് പാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ ചുറ്റിക്കറങ്ങിയിട്ടാ. ഇതിൻ്റെ ഇടയിൽ കുറേ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഷോർട്സ് എന്തായാലും കാണണം. വേറെ ഒന്നുമല്ല, നമ്മൾ അത് വീഡിയോ എടുത്തപ്പോൾ ഷോർട്സിനുള്ള രീതിയിലെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഷോർട്സിൽ കയറി കാണണം. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിടാം. മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ കുരങ്ങന്മാർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീമും മറ്റും തട്ടിപ്പറിക്കണ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാണാൻ എന്തായാലും നമ്മുടെ ഷോർട്സ് മസ്റ്റായി വാച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വല്ലതും നമ്മൾ കൂടുതലായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മേലെ നിന്നുള്ള വ്യൂ അടിപൊളിയാവും കേട്ടോ. നല്ല പച്ചപ്പും പാറകളും എല്ലാം മറ്റുമെല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. നല്ല വ്യൂ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാണുന്ന കുരങ്ങനാട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം തട്ടി മറിക്കാൻ വേണ്ടി വരണേ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതെന്തായാലും കാണണേ. പിന്നെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത്. കേരളത്തിൽ എവിടെ പോയാലും കാമുകിമാർ വരച്ചിടുന്ന ഒരു സ്ഥിരം കാഴ്ച. വൃത്തികേടാക്കി വെച്ചേക്കാവുന്നു ശരിക്കും പറയില്ല ഗൈസ്. അത് നമ്മളെ സുജിത് ഭക്തൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മോശ പരിപാടിയാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മളുടെ നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ നമ്മളെ വിലയിരുത്തുക. അവരുടെ നാട്ടിലൊക്കെ പോയാൽ എല്ലാം നല്ല പെർഫെക്റ്റും ക്ലീനാണ്. നമ്മളെ നാട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഒരു 3 കുരങ്ങൻകുട്ടന്മാരെ നമ്മൾ കണ്ടു കിട്ടുക. അതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരുത്തൻ നമ്മളെ വിളിച്ചു. ഇവൻ ചവയ്ക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ തട്ടിപ്പോച്ച ഐസ്ക്രീം ആട്ടാ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മെല്ലെ റിട്ടേൺ ചെയ്യാനുള്ള പ്ലാനിൽ തിരിക്കണ സമയത്ത് ഒരു പാമ്പിൻ്റെ രൂപത്തിലൊരു കളിക്കണത് എന്തോ കണ്ടു കിട്ടുക. ചെറിയ പിള്ളേർക്ക് പറ്റിയ എന്തോ ഐറ്റാണ്, നമുക്കൊന്നും അത് പറ്റില്ല. നല്ല പെർഫെക്ഷനിലാട്ടോ അതിനെ ഉണ്ടാക്കി വെച്ചേക്കണം. അങ്ങനെ നമ്മൾ മെല്ലെ തിരിക്കണ സമയത്ത് നമ്മുടെ അമ്മമാരുടെ ഒരു വികൃതി കാണിച്ചു തരാം.
അവർ സ്ലൈഡറിൽ സ്ലൈഡ് ചെയ്ത് കളിക്കുമായിരുന്നു. പിന്നാലെ അവനെ കണ്ട ഒരു കുരങ്ങൻ പിന്നാലെ ഫോളോ ചെയ്തു തന്നു. നമ്മൾ വിചാരിച്ചു അവനും സ്ലൈഡ് ചെയ്യുന്നു, പക്ഷെ അവൻ നോക്കിയിരുന്നു ഇവിടെ ആരാടാ എൻ്റെ സ്ലൈഡിൽ സ്ലൈഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ കുരങ്ങന്മാർ തന്നെയാണ് ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു ഒഴിഞ്ഞ ഊഞ്ഞാൽ കണ്ടപ്പോൾ നമ്മൾ അതിലിരുന്ന് കുറച്ച് നേരം ആടി. നല്ല രസം ഉണ്ടാകും കേട്ടോ ആ ഒരു വ്യൂവിലിരുന്ന് ആടാൻ. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ആടുന്ന കണ്ട് നമ്മുടെ അമ്മമാരും വന്നിട്ട് അതിലിരുന്ന് ആടിയിട്ടാ. സാധാരണ 10th കഴിഞ്ഞാൽ എല്ലാവരും പിരിയാണ് ചെയ്യുക, എത്ര വലിയ കൂട്ടുകെട്ടായാലും. എന്നാൽ ശരിയായ കൂട്ടുകെട്ട് ഒരിക്കലും പിരിയില്ല എന്ന് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ അമ്മമാർ കാണിച്ചു തന്നെ. ഒരു 10th ക്ലാസ്സിലെ ഫ്രണ്ട്സാണ്. അങ്ങനെ കുറച്ച് കാലത്തെ പാർക്കിൽ എൻജോയ്മെൻറ്റിന് ശേഷം ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. പോണ വഴിക്ക് ഒരു ഒറ്റക്കൊമ്പനെ കണ്ടു കേട്ടാ. ശരിക്കും അതൊരു ആനയെന്ന് വിചാരിച്ചു, പക്ഷെ അത് പ്രതിമയായിരുന്നു. നല്ല ഒറിജിനാലിറ്റിയിലാട്ടോ അതിനെ പണിത് വെച്ചേക്കണേ. ഇതിന് ശേഷം നമ്മൾ കുറേ നല്ല നല്ല വീഡിയോസ് എടുത്തായിരുന്നു, പക്ഷെ അതൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും അതിരപ്പള്ളി ലക്ഷ്യമാക്കി വണ്ടിയുടെ അടുത്തേക്ക് നടക്കുക. അപ്പോൾ ഇനി ആ വണ്ടിയിലെല്ലാവരും കയറിയിട്ട് വേണം ഞങ്ങൾക്ക് അതിരപ്പള്ളി പോകാൻ. നമ്മളെല്ലാവരും കൂടി ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോകണേ. ഇതിന് മുന്നേയും കുറേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വേറെ ഒന്നല്ല, എല്ലാവർക്കും അവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തെ പ്ലാനിങ്ങിന് ശേഷമായിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. വേറെ ഒന്നല്ല, എല്ലാവരും അവരുടെ രീതിയിൽ തിരക്കായിരുന്നു. കുറേ പേര് പഠിക്കാൻ പല പല സ്ഥലങ്ങളിൽ, ഞാനാണെങ്കിലും ബാംഗ്ലൂരാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്ത് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും എല്ലാം വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വട്ടം വാങ്ങിയിട്ട് എനിക്ക് പണി കിട്ടിയതുകൊണ്ട് വാങ്ങാൻ ഒരു ചെറിയൊരു പേടി. എന്ന് വെച്ചാൽ അത് നല്ലതല്ല എന്നല്ല കേട്ടോ, നല്ലതാണ്, പക്ഷേ ഒരു പേടി. അതിരപ്പള്ളിയിൽ എൻട്രി കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു പൊടി പോലും സ്ഥലമില്ല കേട്ടോ. ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ പോയി. വണ്ടി പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാകും, ഒരു പൊടി സ്ഥലം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങളുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ചാർപ്പ വാട്ടർഫോൾ കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ പോണ വഴിക്ക് കാണുന്ന ചാർപ്പയുടെ ഒരു വ്യൂ ആട്ടാ. അവരവിടെ പുതിയതായിട്ട് പാലൊക്കെ പണിയുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടുത്തായിട്ട് വാട്ടർഫോളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ വണ്ടി വിട്ടത് അതിരപ്പള്ളി വാഴച്ചാലി കാണാൻ വേണ്ടിയിട്ടാട്ടാ. അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും കേട്ടോ. ഓരോ വണ്ടിയും പരിശോധിച്ചിട്ടാണ് അങ്ങോട്ട് കടത്തി വിടണമല്ലോ. നമ്മൾ നിന്നതിൻ്റെ തൊട്ട സൈഡിലായിട്ട് സെക്യൂരിറ്റി കാരുടെ ഒരു ടെൻറ്റ് ഉണ്ടാകും കേട്ടോ. ആ ടെൻറ്റിൽ നോക്കുമ്പോൾ നല്ല നല്ല മീനുകളും ഗപ്പിയും ഈ വിഡോ എന്ന് പറയുന്ന കളർഫുൾ ആയിട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കിയിരുന്നു, പക്ഷേ കറക്റ്റായി ഫോക്കസായി എടുക്കാൻ പറ്റിയില്ല. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ കാണാൻ വേണ്ടി നേരെ നടക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ വർക്കും എല്ലാം അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസത്തിലായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്തേക്കണേ. ഇത് ഇവിടുത്തെ ആൾക്കാരെ കേട്ടോ സെറ്റ് ചെയ്യണേ. പിന്നെ നോക്കുമ്പോൾ കുറേ കുരങ്ങന്മാർ ഐസ്ക്രീമും മറ്റും തട്ടിപ്പറിച്ച് കഴിക്കണ ഒരു രംഗാട്ടോ. അതിലൊരു കുട്ടി കുരങ്ങനെ കണ്ടു, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. 2-3 ദിവസം മുന്നേ ജനിച്ചതെന്നാ കണ്ടാൽ പറയുള്ളൂ. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങനെ നമ്മൾ നേരെ വാഴച്ചാൽ കാണാൻ വേണ്ടി നടന്നു. നമ്മൾ കുറേ വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം വെള്ളം കുറവായ കാരണമാണ് തോന്നുന്നു. അത് ഒഴുങ്ങിട്ട് കാണാനും എല്ലാം മറ്റും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. സത്യമായിട്ടും പറയാലോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വന്ന സമയം സീസൺ ടൈം ആണെന്ന് ചോദിച്ചാൽ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത തിരക്കേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ അടിപൊളിയായിട്ടില്ലേ ശരിക്കും. ഓവർ വെള്ളം ഉണ്ടെങ്കിലും കാണാൻ അടിപൊളിയാണ്, പക്ഷേ ഈ ഒരു ലിമിറ്റഡ് വെള്ളം ഉണ്ടെങ്കിലും കാണാൻ അടിപൊളി തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അത് കണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ നോക്കുമ്പോൾ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി കൂടെ ഇങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് ഇതുപോലെ തന്നെ കുറേ വാഴച്ചാലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ടുകൾ തന്നെയാട്ടോ കണ്ടത്. സൈഡിലായിട്ട് വീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെ അത് പറയാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുമ്പോൾ പലരും ഇതൊക്കെ മിസ് ചെയ്യാറുണ്ട്. സത്യം പറയാലോ, ഇതൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം, അടിപൊളിയാണ്. പിന്നെ സൈഡിലായിട്ട് വീണ്ടും ഉപ്പിലിട്ട മാങ്ങയും ആ പൈനാപ്പിളൊക്കെ ചെത്തി വയ്ക്കുന്നത്. വായന വെള്ളം വന്നു, പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടിയുടെ അടുത്തേക്ക് പോണ സമയത്ത് ഒരു സ്കൂളിൻ്റെ മുമ്പിലായിട്ട് എഴുതി വെച്ചതാട്ടാ. മലയണ്ണാൻ്റെയും സിംഹവാലൻ കുരങ്ങിൻ്റെയും വേഴാമ്പലിൻ്റെയൊക്കെ വെറൈറ്റി പേരുകൾ നമുക്കതിൽ വായിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി വീണ്ടും നമ്മൾ ചാർപ്പ വാട്ടർഫോൾ തന്നെ കാണാൻ വന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയാലും വണ്ടി നിർത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എന്നാൽ നമ്മൾ നേരെ അതിരപ്പള്ളിയിൽ കയറി. കുഴപ്പമില്ലാത്ത തിരക്കും മറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഫാമിലീസാണ് കൂടുതൽ വന്നേക്കണേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ അതിരപ്പള്ളിയിൽ എത്തി. ഇത് മേലത്തെ വ്യൂ ആട്ടോ, അടിപൊളിയായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ ലാസ്റ്റായിട്ട് കാണാൻ പറ്റും. സൈഡിലാണ് ഓടിപ്പോണതിൻ്റെ ചേട്ടനാട്ടോ. അത് ലാസ്റ്റ് എഡ്ജിലെത്തിയിട്ടാണ് ഓട്ടം നിർത്തിയത്. വെള്ളം തീരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ കൂളായിട്ട് ഇറങ്ങാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ ഫാമിലീസ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു ഒഴിഞ്ഞ ഭാഗം നോക്കി ഞങ്ങളും വെള്ളത്തിലിറങ്ങി.
സംഭവം വെള്ളത്തിന് നല്ല തണവായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അടിപൊളിയാണ്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ വരുന്ന വെള്ളമൊക്കെ കാണാൻ അടിപൊളിയാട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ പോയി ഞങ്ങൾ ഇരുന്ന് കുറേ നേരം. പിന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്പോട്ടിലേക്ക് എത്തിയത്, ദ ഗ്രേറ്റ് അതിരപ്പള്ളി വാട്ടർഫോൾ. ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ കേരളക്കാരെ സ്വകാര്യ അലങ്കാരമായിട്ടാ അതിരപ്പള്ളി വാട്ടർഫോൾ. അങ്ങനെ നമ്മൾ മേലത്തെ വ്യൂ കണ്ടതിന് ശേഷം നമ്മൾ അടിയത്തെ വ്യൂ കാണാൻ വേണ്ടി അടിയിലേക്ക് ഇറങ്ങാട്ടാ. നമ്മൾ ഇറങ്ങണ സമയത്ത് കുറേ പേര് പട്ടിയെ പോലെ കിതച്ചിട്ട് മേലേക്ക് കയറിയില്ലാണ്ട് കേട്ടാ. ഇതുപോലുള്ള ട്രിപ്പുകൾ പോണത് മനസ്സിനായാലും ശരീരത്തിനായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. ശരിക്കും റിലാക്സിങ് ആണ്. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഫാമിലിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ. കുറേ സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ വ്യൂ പോയിന്റിലേക്ക് എത്തി. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. നമ്മൾ പോയ ടൈം നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ പറ്റി. നല്ല മഴക്കാലമായ ഈ ഭാഗത്തേക്കൊന്നും ഇറക്ക് പോലും ചെയ്യില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, മഴക്കാലമായ നല്ല വഴുക്കലാവും പറയുമ്പോഴൊക്കെ. അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ ഇറക്ക് പോലും ചെയ്യില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ അതിരപ്പള്ളിക്ക് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ ക്ലിപ്പൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഉള്ള വീഡിയോ വെച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യണേ. അപ്പം നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കൊന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റിട്ടേൺ പോണ സമയത്ത് മലയണ്ണാനെ കണ്ടു കേട്ടാ. ഇത്ര ക്ലോസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും രണ്ടെണ്ണത്തിനെ ഞങ്ങൾ കണ്ടു. ഇവരെ കണ്ടിട്ട് നല്ല പേരാണെന്നാണ് തോന്നണേട്ടാ. നോക്കുമ്പോൾ കുറേ പേര് അതിന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ റിട്ടേൺ നടന്നിട്ട് നമ്മൾ പോയത് അതിരപ്പള്ളിയിലെ ലോങ് വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്ക് കേട്ടോ. അവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ സെലക്ട് ചെയ്ത സ്ഥലവും അടിപൊളിയായിരുന്നു. നമ്മളുടെ സ്ഥലത്ത് നിന്ന് തന്നെയാട്ടോ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. ബിരിയാണിയും ചിക്കനായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. വിശന്ന് വലഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഫുഡ് കഴിക്കണം. കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റെല്ലാം ഞങ്ങളൊരു കവറിലിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. അവിടെ നിന്ന് ഇട്ട് നശിപ്പിക്കാനൊന്നും നിന്നില്ല. നമ്മൾ കൈ കഴുകാൻ വേണ്ടി തൊട്ടടുത്തുള്ള അരുവിക്കാട്ടോ വന്നേ. കൈ കഴുകാൻ പോയപ്പോൾ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ. അത് മറ്റാരുമല്ല, നമ്മുടെ അമ്മയുടെ കൂട്ടുകാരികൾ തന്നെയാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, തൃശ്ശൂർ വരികയാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അതിരപ്പള്ളി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.